നാഗചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ച് താണ്ടി ഇങ്ങനെ വെക്കത്തില്ല. എന്നൊന്നും ഞാൻ പറയത്തില്ല. തുറന്നങ്ങ് വിട്ടേക്കുവാ. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. എനിക്ക് ഇടയ്ക്ക് ചിരി വന്നേട്ടോ ചേട്ടന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട്. എനിക്ക് അവര് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അവര് പലയിടത്തും നമുക്ക് പറയേണ്ട സാധനങ്ങളൊക്കെ ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ ശരിയാ. ഭയങ്കര രസമുള്ള ഒരാളാണല്ലേ, ഒരു ബൂം ഉണ്ടായത്. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന നെഗറ്റീവ് മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലിൽ ചെയ്തപ്പം അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ വന്നിട്ടില്ലായിരുന്നു. കാര്യം ഞാൻ ഈ അടുത്ത സമയത്താണ് ഈ നാഗചേച്ചിയുടെ ഒക്കെ ശബ്ദം പഠിക്കുന്നത്. നമുക്ക് ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രാക്ടീസിലൂടെ അതിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത മെഷീൻ അല്ല ഈ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വോയിസ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പഠിച്ച സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്തപ്പം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ്സ് ഒന്നുമില്ല, എല്ലാവരും നാഗചേച്ചിയുടെ ഫാൻസ് ഒക്കെ വന്നത് ഈ കമന്റ് ഇടുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച കൊള്ളാമല്ല സംഭവം എന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ചാനലിൽ ചെയ്തപ്പോൾ അവിടെ എനിക്ക് ആ സ്പോട്ടിൽ പെട്ടെന്ന് തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് കറക്റ്റ് ആയില്ല. അതിന്റെ താഴെ വന്ന നാഗചേച്ചിയുടെ ഫാൻസുകാരെല്ലാം കൂടെ എന്നെ കൊല വിളിച്ചു. ചിന്ത നേരിട്ട് കാണുന്ന സമയത്ത് ചിന്ത അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ തീർച്ചയായും. ആ വിശേഷം പറയാം, ചിന്തയൊന്ന് അനുകരിച്ചിട്ട് നമുക്ക് ആ വിശേഷം. ഓക്കെ, ചിന്ത ചേച്ചിയുടെ ഹിറ്റായിട്ട് നിന്ന ഒരു പ്രസംഗത്തില്, കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല, അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമല്ല, മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു. അതെ അതെ, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നേരിട്ട് അപ്രീഷിയേറ്റ് അതെ അതെ, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു സംഭവമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ യുവജനോത്സവത്തിനെ സംബന്ധിച്ച് നേരത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതാ തലേ ദിവസം. അതിനാണ് നേരിട്ട് കണ്ടു. അതെ അതെ അതെ. അപ്പൊ എനിക്കറിയത്തില്ല ഇവരൊക്കെ നമ്മളത് ഇഷ്ടപ്പെടുവോ ഒരിത്. അപ്പൊ കണ്ടപ്പോ തന്നെ ഓടി ഒന്ന് ഷേക്കാൻ്റെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. നേരിട്ട് ശബ്ദം കേട്ടപ്പോ എന്താണ് ഈ ഓഡിയോയിൽ കേൾക്കുന്നത് പോലെ തന്നെയാണോ? അതുപോലൊക്കെ തന്നെ. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് നേരിട്ട് കേൾക്കുമ്പോ വേറെ കുറച്ചും കൂടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ സെയിം ചിന്ത ചേച്ചിയുടെ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. പിന്നെ നോർമലായിട്ട് സംസാരിക്കുമ്പം വേറെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഈ പ്രസംഗത്തിലൊക്കെ നല്ല ഹൈ പിച്ചിലായിരിക്കുമല്ലോ ശബ്ദം എടുക്കുന്നത്, അപ്പം കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്, ചെറിയൊരു വെള്ളിയൊക്കെ വീഴുന്ന സംഭവം. ഈ സുജയ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചല്ലോ. അതെ അതെ. അപ്പം സുജയുടെ ശബ്ദം ഈ അടുത്ത് ഹിറ്റായി. ഞാൻ ശരിക്കും പ്രീതിമയെ കണ്ടിട്ട് വിളിക്കണമെന്ന് ആഗ്രഹിച്ചത് ഈ സുജയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ്. പിന്നീട് ഞാൻ റെഫർ ചെയ്യുമ്പോഴാണ് ഈ നാഗസൈരന്തിരിയൊക്കെ കാണുന്നത്. സുജയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാവോ? ഇന്ന് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞ ഇത് മാത്രമാണ്. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക് മാധ്യമപ്രവർത്തനം എന്നുള്ള ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാർ എന്നെ മീറ്റേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ആദേശപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. അവരുടെ വോയിസ് വേറൊരു സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്, മുകളിൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ നേരിട്ട് കാണുമ്പോൾ അവര് ന്യൂസ് വായിക്കുന്ന സമയത്ത് വേറൊരു ടോണാണ്, നോർമൽ സംസാരിക്കുന്ന വേറൊരു ടോൺ. അപ്പൊ ഞാൻ ദൈവമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സംഭവം കേട്ടോ. കാര്യം അരുൺ സാറിന്റെ കൂടെ പെർഫോം ചെയ്യുന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് സുജയ മാഡത്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിളി പറന്നുപോയി. അതും ലൈവ് ഷോ, ലൈവാണ്. അതെ അതെ, ലൈവ് വേറൊരു സുഖമാണല്ലേ. അതെ അതെ, നല്ല സുഖമാണ്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സുജയ എന്തൊക്കെയാ എന്നിട്ട് ചോദിച്ചു മനസ്സിലാക്കിയത്? അയ്യോ ഭയങ്കര പാവാ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളിക്കാരിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ എന്നെ ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തേക്കാം. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് ഞാൻ ഫോൺ പേയുടെ കുറെ താരങ്ങൾ ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടിയിട്ടിട്ടുണ്ടായിരുന്നു ഓരോ താരങ്ങൾ ചെയ്യുന്നതായിട്ട്. അപ്പൊ എന്റെ അടുത്ത് പാട്ട് പാടാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ലൈവിൽ എന്തൊക്കെയോ തട്ടിയിട്ട്. ഈ ബൊഗേൻവില്ലയുടെ ഒരു സാധനം ചെയ്തല്ലോ പല ആർട്ടിസ്റ്റുകൾ വരുന്നത്, അതൊന്ന് കാണിക്കോ? അത് ചാക്കോച്ചൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവം. അടിപൊളി. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, അയ്യോ പറയും വാക്കും നിൻ കണ്ണിലെ നോക്കും, മെല്ലെ കൊല്ലുന്നേ ഉരുകുന്നേ, സ്നേഹത്താൽ കൊന്നു തരാനായി
ചുണ്ടാകും തോക്കിൽ നിന്നുണ്ടയുതിർക്കാം. ആമീൻ. മരണം വരെ നീ ഓർക്കാൻ. ഓ, ഈ അമല പോള് പ്രത്യേക ശബ്ദമാണ്. അത് എല്ലാവർക്കും മോഡുലേഷനും അനുകരിക്കാൻ പാടാണ്. അത് ഭയങ്കര രസമല്ലേ അങ്ങനെ പ്രത്യേക ശബ്ദങ്ങൾ എടുക്കുന്നത്. അമലയുടെ വേറെന്തെങ്കിലും പറയോ? മിലി എന്ന് പറഞ്ഞ സിനിമയിലെ പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് once again I realized that child is the father of the man. ഓ, ഒരു പെൺകുട്ടി ഇങ്ങനെ മിമിക്രി ചെയ്യുന്നത് പലപ്പോഴും മിമിക്രിയുടെ പല വേദികളിലും പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ്. ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് താരങ്ങളെയൊക്കെ അനുകരിക്കുന്നവരും കുറവാണ്. എനിക്കൊന്നും മഹേഷ് കുഞ്ഞുമോന് ശേഷം മിമിക്രിയുടെ രംഗം കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടുണ്ട്. കുറച്ചുകൂടെ ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ പേര് വരുന്നുണ്ട്. അത് മുതലുള്ള മിമിക്രിയുടെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റേജിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുന്നത് അടുത്തതായി ഇന്നാളുടെ ശബ്ദം, അടുത്തതായി. ഇപ്പോന്ന് വെച്ചാൽ എല്ലാവരും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് മഹേഷാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത്. ഇപ്പം ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ സോങ് കുറെ നടന്മാര് ചെയ്ത് പാട്ട് പാടിയൊക്കെ ഇടുന്ന സംഭവം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ബൊഗൈൻ വില്ലയുടെ സാധനം ചെയ്യണമെന്നുള്ളൊരു സംഭവം തോന്നിയത് ഉള്ളില്. അപ്പൊ അങ്ങനെ കുറെ നല്ല നല്ല പുതിയ പുതിയ സംഭവങ്ങൾ മഹേഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും മഹേഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ കൊണ്ടുവരണമെന്നും നിലവിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലും ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസുമായിട്ട് ഒരാൾ വരുന്നത് മഹേഷിലാണ് കണ്ടത്. ആ ഒരു ഡെഡിക്കേഷനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ അതേപോലെ ഒരു ഡെഡിക്കേഷനോടുകൂടി പ്രവർത്തിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായും തോന്നിയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരാളല്ല ഞാൻ. വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. കൂടുതലും മിമിക്രിയിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ കലാഭവൻ വളർത്തിയ കുറേ ആർട്ടിസ്റ്റുകൾ പിന്നീട് സിനിമയിലേക്ക് വരുന്നു. അവരൊക്കെ നമ്മുടെ മുമ്പിൽ കുറേ മിമിക്രികൾ കാണിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഈ ഇറയിലേക്ക് വരുമ്പോൾ കുറേ പുതിയ പിള്ളേര് ഇൻസ്റ്റയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രീതിമേ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇൻസ്റ്റയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു ഹൈപ്പ് കിട്ടിയെന്ന് തോന്നുന്നു. തീർച്ചയായും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറുതെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്ത സമയത്താണ് വെറുതെ ബോറടിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ മിമിക്രി ചെയ്ത് ചുമ്മാ ഇട്ട് നോക്കാം. അങ്ങനെ റീച്ച് കിട്ടും അങ്ങനെയൊന്നുമില്ല. വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ട് തുടക്കം അത് തന്നെയാണ്. തുടക്കം ഈ അടുത്ത സമയത്താണ് ഇൻസ്റ്റാഗ്രാം എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പുതിയൊരു അക്കൗണ്ട് എടുത്തത് മിമിക്രി ചെയ്ത് മാത്രം വീഡിയോസ് ഇടാം എന്നുള്ളൊരു ആലോചനയിൽ ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ ചാനലിലൊക്കെ ചെയ്ത വീഡിയോസിന്റെ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്ക് അത്യാവശ്യം റീച്ചുണ്ട്. ഞാൻ വെച്ചാൽ പുതിയൊരു സംഭവം എന്തെങ്കിലും ചെയ്തിടാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് സമയം എന്ന് വെച്ചാൽ കാര്യം വീട്ടിൽ വേറെ വർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ബോറടിക്കുകയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു ഇതായിട്ട് ചെയ്ത് തുടങ്ങിയതാ. അപ്പോഴത്തേക്ക് അത്യാവശ്യം വീടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഇനി അടുത്ത ശബ്ദം പഠിക്കണമല്ലോ, പുതിയ ഇനി വേറെ ആളുടെ പഠിക്കണമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ പഠിച്ച് ഇങ്ങനെ വരുന്നു.